എൻ.കെ. പ്രേമേന്ദ്രൻ നൽകുന്ന വോട്ട് മോദിക്കുള്ളതാണ്. ഈ പ്രചാരണമായിരുന്നു പ്രേമേന്ദ്രനെതിരായ ഇടതുപക്ഷത്തിന്റെ തുറപ്പിച്ചിട്ട്. ആ പ്രചാരണം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. അതിനു തെളിവാണ് മതന്യൂനപക്ഷ മേഖലയിലടക്കം എൻ.കെ. പ്രേമേന്ദ്രനുണ്ടായ മേൽക്കൈ. കനത്ത വെയിലിലും മുസ്ലിം സ്ത്രീകളടക്കം ഒട്ടേറെ മണിക്കൂർ കാത്തു നിന്ന് വോട്ടിട്ടത് എൻ.കെ. പ്രേമേന്ദ്രനായിരുന്നു. ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന പുനലൂരിലും ചടയമംഗലത്തുമടക്കം എൻ.കെ. പ്രേമേന്ദ്രന്റെ നേതൃത്വത്തിൽ മുകേഷ് അപ്രസ്കൃതരായി. എം മുകേഷിന്റെ താരപരിവേഷം സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന കണക്കുകൂട്ടൽ പാഴായി. മുകേഷിനെ കൂടാതെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി നടൻ കൃഷ്ണകുമാർ കൂടി എത്തിയതോടെ താരസ്വാധീന സ്ത്രീ വോട്ടുകൾ വിഘടിച്ചു. മുകേഷിനെ പാർട്ടി അണികൾ മാനസികമായി ഉൾക്കൊണ്ടില്ല എന്നതും തിരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നു. 2019 കെ.എൻ. ബാലഗോപാൽ നേടിയതിനേക്കാൾ 65,000-ഓളം വോട്ടുകളുടെ കുറവുണ്ട് എം മുകേഷിന്. ഈ വോട്ടുകൾ എവിടെ പോയി? ഇടതുപക്ഷം പുതുതായി ചേർത്തു എന്ന് അവകാശപ്പെട്ടിരുന്ന 50,000-ഓളം വോട്ടുകൾ എവിടെ പോയി? തികച്ചും വർഗീയ സാമുദായിക പ്രചരണത്തിലൂടെയും അപവാദ പ്രചരണത്തിലൂടെയും തെരഞ്ഞെടുപ്പിൽ മെച്ചമുണ്ടാക്കാൻ കഴിയുമോ എന്ന പരിശ്രമമായിരുന്നു CPM തുടക്കത്തിൽ. തെരഞ്ഞെടുപ്പ് പ്രചാര പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുമ്പ് തന്നെ CPM നടത്തിയ പ്രചരണം അതായിരുന്നു. ഉൾപാർട്ടി തർക്കങ്ങൾ ഉണ്ടായിട്ടും 2019 അപേക്ഷിച്ച് 58,000-ലധികം വോട്ടുകൾ നേടാൻ BJPക്കായി. കൃഷ്ണകുമാറിന്റെ താരപരിവേഷവും സംസ്ഥാനത്തൊട്ടാകെ BJP വോട്ടിലുണ്ടായ വർധനയും മുന്നേറ്റത്തിന് ഘടകമായി. എൻ.കെ. പ്രേമേന്ദ്രൻ എന്ന ഒറ്റയാനെതിരെ CPM-ന് ഇനി മത്സരിക്കണമെങ്കിൽ 5 വർഷം കാത്തിരിക്കണം. പക്ഷേ ആ മത്സരത്തിൽ വിജയിക്കണമെങ്കിൽ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി ഇപ്പോഴേ കളത്തിലിറക്കുന്നതാണ് CPM-ന് ഉചിതം. ക്യാമറമാൻ ഷാനവാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.